നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടി.ഐ. മധുസൂദനനെ പോലുള്ള തെമ്മാടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി. ഗോപാലകൃഷ്ണൻ. ടി.ഐ. മധുസൂദനൻ ഒരു ശവന്തീനിയാണെന്നും ഗോപാലകൃഷ്ണൻ. സംസ്ഥാന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ 70 പരാതികൾ, 20 എണ്ണം തീർപ്പാക്കി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പാനൂർ മേഖലാ സമ്മേളനം മാഹിയിൽ നടന്നു. ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13, 14 തീയതികളിൽ കൂത്തുപറമ്പിൽ നടക്കും. കൂത്തുപറമ്പിൽ വൻ നിരോധിത പ്ലാസ്റ്റിക് കവർ വേട്ട. ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന 570 കിലോഗ്രാം വ്യാജ ബയോ ക്യാരി ബാഗുകൾ പിടികൂടി. വാർത്തകൾ വിശദമായി. ടി.ഐ. മധുസൂദനനെ പോലുള്ള തെമ്മാടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി. ഗോപാലകൃഷ്ണൻ. എം.എൽ.എ. രക്തസാക്ഷി ഫണ്ട് അടിച്ചുമാറ്റിയെന്ന് പറഞ്ഞത് ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണെന്നും ടി.ഐ. മധുസൂദനൻ ഒരു ശവന്തീനിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഴിമതി വീരൻ പയ്യന്നൂർ എം.എൽ.എ. രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം.എൽ.എ. ഓഫീസിലേക്ക് നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടി.ഐ. മധുസൂദനെ പോലുള്ള തെമ്മാടികളാണ് പാർട്ടിയെന്ന് ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. എം.എൽ.എ. രക്തസാക്ഷി ഫണ്ട് അടിച്ചുമാറ്റി എന്ന് പറഞ്ഞത് ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണെന്നും ടി.ഐ. മധുസൂദനൻ ഒരു ശവന്തീനിയാണെന്നും അദ്ദേഹം പറഞ്ഞു. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു എം.എൽ.എ. ഫണ്ട് മോഷ്ടിച്ച് സ്വന്തം സഖാക്കന്മാർക്ക് വിതരണം ചെയ്തും ഗുണ്ടകളെ പരിപോഷിപ്പിക്കാനും ഒരു പാവം ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തിൽ കൊടുക്കേണ്ട ഫണ്ട് ആ ഫണ്ട് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈ മധുസൂദനൻ ശരിയായ ശവന്തീനിയാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയേണ്ടി വരും. ഈ ശവന്തീനി രാഷ്ട്രീയമാണ് ഇന്നത്തെ CPM-ന്റെ രാഷ്ട്രീയം. ഇവർ സഖാക്കന്മാരെ രക്തസാക്ഷികളാക്കുന്നു. ഇവര് ആ രക്തസാക്ഷിയിൽ നിന്നും ഫണ്ട് ഉണ്ടാക്കുന്നു. ആ ഫണ്ട് കൊള്ളയടിക്കുന്നു. ഇതാണ് അവരുടെ സമീപനം. അതുകൊണ്ട് ഞങ്ങളുടെ ഫണ്ട്, ഞങ്ങളുടെ സഖാവ്, ഞങ്ങൾ കൊള്ള ചെയ്തെന്ന് പറഞ്ഞാൽ ഈ എം.എൽ.എക്ക് അതിനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, സ്വന്തം സഖാക്കന്മാർ തന്നെ കൃത്യമായി ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം നിഷേധിച്ചിട്ടില്ല. കെ രാഗേഷ് ഇന്നലെ പറഞ്ഞത് 2002 ഞങ്ങൾ ഒത്തുതീർപ്പാക്കിയതെന്നാണ്. ഫണ്ട് മോഷ്ടിച്ചിട്ടില്ല, ഫണ്ട് തട്ടിപ്പറിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അജികുമാർ കരിയിൽ, എ പി ഗംഗാധരൻ, ടി.സി. മനോജ്, മേഖലാ സെക്രട്ടറി പനക്കിയിൽ ബാലകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ധനേഷ് കണിയാങ്കുന്ന്, സുനിൽകുമാർ കാങ്കോൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമാണ് സുരക്ഷയൊരുക്കിയത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സെൻട്രൽ ബസാറിൽ ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. മാർച്ചിന് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രവീന്ദ്രൻ ചിറ്റടി, നന്ദകുമാർ അന്നൂർ, രമാ സനൽകുമാർ, സുഭാഷ് മുല്ലക്കോട്, SSC മോർച്ച ജില്ലാ സെക്രട്ടറി സുജിത് കുമാർ കേളോത്ത്, യുവമോർച്ച ജില്ലാ സെക്രട്ടറി സ്വരാജ് എന്നിവർ നേതൃത്വം നൽകി. തലശ്ശേരി നഗരമധ്യത്തിൽ പെട്രോൾ പമ്പിന് തൊട്ടടുത്ത് കഫേയിലുണ്ടായ തീപിടുത്തം തലശ്ശേരി നഗരത്തെ ആകെ മുൾമുനയിലാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് തലശ്ശേരി പള്ളിത്താഴയിൽ കഫേയിൽ തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാസേനയുടെയും നാട്ടുകാരുടെയും അതിജാഗ്രതയാണ് വൻ അപകടം ഒഴിവാക്കിയത്. തലശ്ശേരി കൂത്തുപറമ്പ് റോഡിൽ പള്ളിത്താഴയിൽ പെട്രോൾ പമ്പിന് തൊട്ടടുത്തായുള്ള ലണ്ടൻ ബൈറ്റ്സ് എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തീപിടുത്തമുണ്ടായത്. AC-യിൽ നിന്നും തീപ്പൊരിച്ചെറി താഴെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ജനറേറ്ററിൽ പതിക്കുകയും ജനറേറ്റർ കത്തുകയുമായിരുന്നു. ഇന്ധന ടാങ്കടക്കം കത്താൻ തുടങ്ങിയതോടെ പുക ഉയരുകയായിരുന്നു. ഇതോടെ സ്ഥാപനത്തിലുണ്ടായിരുന്നവരും ജീവനക്കാരും പുറത്തേക്കോടി. വിവരമറിഞ്ഞ് ഉടൻ സ്ഥലത്ത് കുതിച്ചെത്തിയ ഫയർഫോഴ്സ് ജനറേറ്ററിന് സമീപം തന്നെയുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ സുരക്ഷിതമായി നീക്കി വെള്ളം ചീറ്റുകയായിരുന്നു.
സമീപത്തു തന്നെ പെട്രോൾ പമ്പുള്ളതിനാൽ അതിജാഗ്രതയിലായിരുന്നു ഫയർഫോഴ്സിന്റെ ഓരോ പ്രവർത്തനവും. സ്റ്റേഷൻ ഓഫീസർ കെ രാജീവ്, ലീഡിംഗ് ഫയർമാൻ വി കെ സന്ദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ എത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സ് 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സമീപത്തെ വർക്ക്ഷോപ്പുകളിലെ വാഹനങ്ങൾ പുറത്തെത്തിച്ചിരുന്നു. ഇതുവഴിയുള്ള ഗതാഗതവും സ്തംഭിച്ചിരുന്നു. ഫയർഫോഴ്സിനൊപ്പം നാട്ടുകാരും യാത്രക്കാരുമെല്ലാം കൈമൈ മറന്ന് കൈകോർത്തു. ഏതാണ്ട് 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി ലണ്ടൻ ബൈറ്റ്സ് ഉടമ ചിറക്കര അൽഫയിൽ ഫാജിസ് പറഞ്ഞു. ഫയർ ഓഫീസർമാരായ സജേഷ്, ഷെമിൻ, ഷിദുൻ, റെനീഷ്, ഷിജിത്ത്, അനന്തകൃഷ്ണൻ, ഡ്രൈവർമാരായ രാകേഷ്, ഷെറിൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ സിറ്റിംഗ് നടത്തി. കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷയുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടന്നത്. ആകെ 70 കേസുകളാണ് പരിഗണനയ്ക്ക് വന്നത്. അതിൽ 20 എണ്ണത്തിൽ തീർപ്പാക്കി. ആകെ 70 കേസുകളാണ് പരിഗണനയ്ക്ക് വന്നത്. അതിൽ 20 എണ്ണത്തിൽ തീർപ്പാക്കി. 5 എണ്ണത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 2 പരാതികളാണ് പുതുതായി ലഭിച്ചത്. 40 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. കുടുംബ പ്രശ്നങ്ങൾ, പണം കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത പ്രശ്നങ്ങൾ, വഴിത്തർക്കങ്ങൾ, അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ കേസുകളാണ് പരിഗണനയ്ക്ക് വന്നതെന്ന് അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു. അഡ്വക്കേറ്റ് പ്രമീള, അഡ്വക്കേറ്റ് ചിത്തിര ശശിധരൻ, കൗൺസിലർ അർപ്പിത എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പാനൂർ മേഖലാ സമ്മേളനം മാഹി റിഡ്സ് അവന്യൂവിൽ വെച്ച് നടന്നു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര ഉദ്ഘാടനം ചെയ്തു. COA പാനൂർ മേഖലാ പ്രസിഡന്റ് ഷാജി കോറോത്ത് പതാക ഉയർത്തിയതോടെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പാനൂർ മേഖലാ സമ്മേളനത്തിന് തുടക്കമായത്. മാഹി പ്രശാന്ത് നഗറിലെ റിഡ്സ് അവന്യൂവിൽ നടന്ന സമ്മേളനം COA സംസ്ഥാന വൈസ് പ്രസിഡന്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ രാജ്മോഹൻ മാംബ്ര ഉദ്ഘാടനം ചെയ്തു. കൃത്യസമയത്ത് നമ്മൾ ബ്രോഡ്ബാൻഡ് രംഗത്തേക്ക് കടന്നു. ഇന്ന് 13 ലക്ഷത്തോളം വരുന്ന 13.5 ലക്ഷം വരുന്ന ബ്രോഡ്ബാൻഡ് കണക്ഷൻ എത്തി. കേരളത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. രാജ്യത്ത് 5-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മൾ അഭിമാനിക്കണം. ആ അഭിമാനം ഒരു കാരണവശാലും നമ്മുടെ അഹങ്കാരമായി മാറരുത്. കാരണം നമ്മുടെ തൊട്ട് താഴെയുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതിയോഗികൾ അവിടെ കണക്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 13 ലക്ഷവും അവിടെ കണക്ട് കോടികളാണ്. 13 കോടിയാണ്. ഇന്ന് നമുക്ക് ഈ ബ്രോഡ്ബാൻഡ് രംഗത്ത്, ഇന്റർനെറ്റ് രംഗത്ത് മൊത്തത്തിലുള്ള ഇന്ത്യയിലെ കണക്ക് ഏകദേശം 100 കോടിയാണ്. അപ്പോൾ അവിടെ നമ്മുടെ സ്പേസ് എന്താണെന്ന് തിരിച്ചറിയണം. അപ്പൊ അത് മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ പ്രതികരിക്കേണ്ടത്. അവിടെ ഇനിയും നമുക്ക് ഏറെ മുന്നോട്ട് പോകുവാനുണ്ട്. അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും കേരളത്തിലെ 1-ാം സ്ഥാനം നമുക്കുള്ളത്. പക്ഷെ അവിടെ നമ്മൾ കേരളത്തിൽ മാത്രം നിന്നാൽ പോരാ. നമ്മൾ വളരെ കെട്ടുറപ്പോടു കൂടി നമ്മുടെ സംഘടനയും നമ്മൾ പ്രദാനം ചെയ്യുന്ന കേരള എന്ന കമ്പനിയും കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, പോളിസി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിൽ നിന്നും കേരളത്തിന്റെ അതിരുകൾ കടന്നുകൊണ്ട് നമ്മൾ അന്യസംസ്ഥാനങ്ങളിലേക്ക്, തമിഴ്നാട്ടിലേക്കും അതുപോലെ തന്നെ ബംഗാളിലേക്കും കർണാടകത്തിലേക്കും ഒക്കെ നമ്മുടെ ബിസിനസിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മേഖലാ പ്രസിഡന്റ് ഷാജി കോറത്ത് അധ്യക്ഷനായി. മേഖലാ എക്സിക്യൂട്ടീവ് അംഗം പി ജയരാജൻ അനുശോചന പ്രമേയം നടത്തി. മേഖലാ സെക്രട്ടറി മനോഹരൻ പാറായി മേഖലാ റിപ്പോർട്ടും, മേഖലാ ട്രഷറർ കെ ഷാജി സാമ്പത്തിക റിപ്പോർട്ടും, MB ടോജി ഓഡിറ്റ് റിപ്പോർട്ടും, COA ജില്ലാ സെക്രട്ടറി MR രജീഷ് ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. കേരള വിഷൻ 24/7 ചാനൽ MD പ്രജേഷ് അച്ചാണ്ടി, പാനൂർ മേഖലാ വൈസ് പ്രസിഡന്റ് C തിലകരാജ്, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, മേഖലാ നിരീക്ഷകൻ മനോജ് കുമാർ താവം, COA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശശികുമാർ P, COA സംസ്ഥാന കമ്മിറ്റി അംഗം V ജയകൃഷ്ണൻ,
കെ സജീവ് കുമാർ, NK ദിനേശൻ, COA കണ്ണൂർ ജില്ലാ ട്രഷറർ ശശികുമാർ AV, COA കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PK ദേവാനന്ദ്, COA കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ, COA കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ C, PDIC MD വിനീഷ് കുമാർ, KTS MD വിനയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. COA കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മലബാർ ക്യാൻസർ സെന്ററിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തദാനം മഹാദാനം എന്ന സന്ദേശമുയർത്തിയാണ് 30ഓളം ഓപ്പറേറ്റർമാർ ക്യാമ്പിൽ രക്തദാനം ചെയ്തത്. തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ മേഖലകളിലെ ഓപ്പറേറ്റർമാരാണ് രക്തദാനം നടത്തിയത്. ഫെബ്രുവരി 13, 14 തീയതികളിൽ കൂത്തുപറമ്പിലാണ് ജില്ലാ സമ്മേളനം നടക്കുക. തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ മേഖലകളിലെ 30ഓളം കേബിൾ ഓപ്പറേറ്റർമാർ ക്യാമ്പിൽ രക്തദാനം ചെയ്തു. ഗ്രാമിക MD K രാജേഷ്, COA ജില്ലാ വൈസ് പ്രസിഡന്റ് PK ദേവാനന്ദ്, ജില്ലാ കമ്മിറ്റി അംഗം പത്മപ്രസീദ്, മട്ടന്നൂർ മേഖലാ പ്രസിഡന്റ് RK മണി, തലശ്ശേരി മേഖലാ സെക്രട്ടറി P സജിത്ത്, കൂത്തുപറമ്പ് മേഖലാ സെക്രട്ടറി MV പ്രശാന്ത്, മട്ടന്നൂർ മേഖലാ എക്സിക്യൂട്ടീവ് അംഗം VK രാജേഷ് എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി. COA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി രക്തദാനം ഉൾപ്പെടെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി COA ജില്ലാ വൈസ് പ്രസിഡന്റ് PK ദേവാനന്ദ് പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറത്ത് തിരൂരിൽ വെച്ച് നടക്കുകയാണ്. സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ജില്ലാ സമ്മേളനം ഇവിടെ കൂത്തുപറമ്പിൽ ഫെബ്രുവരി മാസം 13, 14 തീയതികളിൽ കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ അനുബന്ധ പരിപാടിയായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ രക്തദാനം മഹാദാനം എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മളിവിടെ മലബാർ ക്യാൻസർ സെൻ്ററിൽ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഏതാണ്ട് നമ്മുടെ മേഖലയിലെ 30-ൽ പരം ഓപ്പറേറ്റർമാർ ചേർന്നിട്ടാണ് ഇവിടെ രക്തദാനം നടത്തിയിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചിട്ട് അതിൻ്റെ മട്ടന്നൂർ, തലശ്ശേരി, കൂത്തുപറമ്പ് മേഖലയിൽ നേതൃത്വ നിരയിലുള്ള ആളുകളും നമ്മുടെ സഹപ്രവർത്തകരുമാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മൾ വലിയ തോതിലുള്ള പ്രവർത്തനം സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ ജില്ലയിലെ പല ഭാഗത്തുമായി നടത്തി വരികയാണ്. നമ്മുടെ ഇതിൻ്റെ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി ചെയർമാൻ കൂത്തുപറമ്പ് നഗരസഭയുടെ അധ്യക്ഷൻ ഷിജിത്ത് ആണ്. അതേപോലെ നമ്മുടെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നത് KP മോഹനൻ MLA ആണ്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു. അതേപോലെ ഇവിടെ കൺവീനർമാരും നമ്മുടെ സംഘടനയുടെ സമ്മേളനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുള്ള സഹപ്രവർത്തകരുമാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അതിൻ്റെ ആദ്യ പരിപാടിയായിട്ടാണ് നമ്മൾ രക്തദാനം ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. കേരള സർക്കാർ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന്റെ 5ാം ഘട്ടത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് പുതിയ ബസ് സ്റ്റാൻഡിന് പരിസരം വരെയാണ് റാലി നടന്നത്. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വർഷങ്ങളായി യുക്തിയുടെ പേരിൽ ഈ ലഹരിക്കെതിരായുള്ള ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുക്തി എന്നുള്ള ഒരു നാമം തന്നെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്നൊരു വാചകമായി മാറിയിട്ടുണ്ട്. ഒരു ക്യാപ്ഷൻ എന്ന നിലക്കാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുകൊണ്ടല്ല, ലഹരിയുടെ വ്യാപനം അതിരൂക്ഷമാണ് ഈ കേരളത്തിൽ പ്രത്യേകിച്ചു. അതിനെതിരെ പോരാട്ടം എല്ലാ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും എല്ലാം ആവശ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ വ്യത്യസ്ത രീതിയിലാണ് ലഹരിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ചിന്ത എല്ലാവരും പിടികൂടിയിരിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഹാപ്പിനെസ് മോഡ് നമുക്കുണ്ടാകണമെങ്കിൽ ലഹരി വേണം. ആ ലഹരി ഏറ്റവും ഉയർന്ന രൂപത്തിലായിരിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി പരമ്പരാഗതമായ ലഹരി വസ്തുക്കളെ തള്ളി സിന്തറ്റിക് ലഹരികളിലേക്കെല്ലാം സമീപിച്ചുകൊണ്ടിരിക്കുന്നു. മുൻപ് കാലങ്ങളിലെല്ലാം ഹിപ്പി എന്ന് പറയുന്നൊരു വിഭാഗം കൂടെ നേരത്തെ എല്ലാവരും അറിയപ്പെടുന്നതല്ല. താടി നീട്ടി കുടുതി കിട്ടി അല്പം കഞ്ചാവൊക്കെ വലിച്ച് ഒരു സമൂഹത്തിലെ ഒരു ഫാസ്റ്റ് ടൈം അടക്കം തള്ളിച്ചൊരു വിഭാഗം ഉണ്ടായി.
അന്ന് ഇത്ര അപകടകരമായ ഒരു സംഭവമായിരുന്നില്ല ലഹരിയുടെ, ഇന്ന് ഒരു അപകടകരമായിരിക്കുക. വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹെൻറി ആന്റണി അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ, വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്, മൈം എന്നിവയും ഇതിനോടനുബന്ധിച്ച് നടന്നു. അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് മാസ്റ്റർ, നഗരസഭാ കൗൺസിലർമാരായ ഷഹനാസ് മൻസൂർ, നൂറ തസ്ലീം, ഷാലിമ ടീച്ചർ, തലശ്ശേരി ജനറൽ ആശുപത്രി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ PK രാജീവ്, തലശ്ശേരി നഗരസഭ അസിസ്റ്റന്റ് സെക്രട്ടറി V ജീവാനന്ദ്, ASEOA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K ഷാജി, KCSA സെക്രട്ടറി പ്രനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കൂത്തുപറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ AK വിജേഷ് സ്വാഗതവും എക്സൈസ് ഇൻസ്പെക്ടർ M സുബിൻരാജ് നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ SPC, NSS യൂണിറ്റുകൾ റാലിയിൽ അണിചേർന്നു. ഈ പരിപാടിയുടെ പ്രചരണാർത്ഥമുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുകൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പിൽ വൻ നിരോധിത പ്ലാസ്റ്റിക് കവർ വേട്ട. ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന 570 കിലോഗ്രാം വ്യാജ ബയോ ക്യാരി ബാഗുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. വിവിധ പ്രദേശങ്ങളിലെ മൊത്തവിൽപ്പന സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ക്യാരി ബാഗുകൾ. കോഴിക്കോട് നിന്ന് ലോറിയിൽ കൊണ്ടുവരികയായിരുന്ന നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളാണ് കൂത്തുപറമ്പിൽ വെച്ച് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. ബയോ ക്യാരി ബാഗ് എന്ന വ്യാജേന വിൽപ്പനക്കായി കൊണ്ടുപോകുകയായിരുന്നു ക്യാരി ബാഗുകൾ. പിടിച്ചെടുത്ത കവറുകളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനിടെ ഇത്രയധികം നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ പിടികൂടുന്നത് ജില്ലയിൽ ആദ്യമായാണ്. കൂത്തുപറമ്പ്, മട്ടന്നൂർ, പേരാവൂർ, ഇരിട്ടി, ശിവപുരം, ഉളിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ മൊത്തവിൽപ്പന സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ക്യാരി ബാഗുകൾ. പിടിച്ചെടുത്ത ക്യാരി ബാഗുകൾ 10,000 രൂപ പിഴ ഈടാക്കുന്നതടക്കമുള്ള നടപടികൾക്കായി കൂത്തുപറമ്പ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് കൈമാറി. ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡാണ്. ഇത് ഞങ്ങളെ ടീം പിടിച്ചതിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വ്യാജ ബയോ ക്യാരി ബാഗാണ്. സാധാരണഗതിയിൽ അനുവദനീയമായതാണ് ബയോ ക്യാരി ബാഗ്. അത് 90 ദിവസം കൊണ്ട് മണ്ണിലേക്ക് പൊടിഞ്ഞു പോകുന്നതാണ് ബയോ ക്യാരി ബാഗ്. പക്ഷേ ആ പേരിൽ സാധാ ക്യാരി ബാഗ്, അതായത് ഒരു കാലത്തും മണ്ണിൽ അലിയാത്ത ക്യാരി ബാഗുകൾ വ്യാജ ബയോ ക്യാരി ബാഗ് എന്ന് പറഞ്ഞ് വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾ പിടികൂടിയത്. ഇത് കോഴിക്കോട് നിന്നുള്ളൊരു ഏജൻസിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഇതിൻ്റെ പിറകിലാണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നതിൽ 22 ഡസനിലേറെ കാര്യങ്ങൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്തതിൽ 7-8 എണ്ണം മാത്രമാണ് ഒറിജിനൽ ക്യാരി ബാഗ് ഉള്ളത്, ബയോ ക്യാരി ബാഗ് ഉള്ളത്. അതിന് വില ആണെങ്കിൽ ഒരു 130 രൂപേന് മുകളിൽ വരും. അപ്പോൾ ഇവരെ ഇൻവോയ്സിൽ 60 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോഴേ നമുക്ക് സംശയമുണ്ട്. പിന്നെ ഈ ബ്രാൻഡ് ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതിന് പുറത്ത് ഡൈക്ലോറോമീഥൈൻ ലായനിയിൽ സൊല്യൂബിൾ ആണെന്ന് എഴുതി വെച്ചിരിക്കണം. പക്ഷേ ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങളത് നേരിട്ട് ഡൈക്ലോറോമീഥൈൻ ലായനി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടില്ല, ടെസ്റ്റിൽ അത് അലിഞ്ഞു പോവില്ല, അതേപോലെ കിടക്കും. പക്ഷേ ഒറിജിനൽ ബയോ ക്യാരി ബാഗ് ആണെങ്കിൽ ആ പീസ് ഉടനെ ഇതിൽ അലിഞ്ഞ് ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളറിലേക്ക് മാറും.
ഇത് എത്ര സമയം ഇതിലിട്ട് വെച്ചാലും ഒന്നാവില്ല. യഥാർത്ഥ പ്ലാസ്റ്റിക് തന്നെയാണ് ഇത്. നിരോധിത ക്യാരി ബാഗാണ്. എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, സ്ക്വാഡ് അംഗങ്ങളായ PS പ്രവീൺ, ശ്രീഹരി, കൂത്തുപറമ്പ് നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ P സുബിൻ, PK സജിത, അഞ്ജു ജോർജ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. പാനൂർ നഗരസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, കരിയാട് മേഖലയിലെ കൗൺസിലർമാർ എന്നിവരെ ആദരിച്ചു. കരിയാട് മൊയ്തു മാസ്റ്റർ മെമ്മോറിയൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരം ഒരുക്കിയത്. മൊയ്തു മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വഖഫ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, അത് കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ജനതാദളിൻ്റെയും ഒക്കെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, അവരൊക്കെ സ്വീകരിക്കുന്നത് ഈ ട്രസ്റ്റിനെ വിഭാവന ചെയ്യുമെന്നതിന് ലക്ഷ്യം വെച്ചത് എല്ലാ ആളുകൾക്കും ഒത്തൊരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി ഈ ട്രസ്റ്റിനെ കൊണ്ടുപോകണമെന്ന്. ആ രൂപത്തിൽ തന്നെയാണ് ഇക്കാലമൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ 50 വർഷക്കാലം എല്ലാ കാലവും കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലൂടെ ഇത് കടന്നുപോയി. ഞാൻ ഓർമ്മിക്കുന്നത് മൊയ്തു മാസ്റ്റർ അങ്ങനെ ഓർമ്മിക്കാൻ മിനിയാന്ന് ചമ്പാട്ട് ഒരു പരിപാടി നടക്കുമ്പോൾ അവിടുത്തെ ചമ്പാട്ട് റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 40 കൊല്ലക്കാലമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഗായത്രി ബസ്സിനെ ആദരിക്കുക. അപ്പോൾ നിങ്ങളുടെ നാട്ടുകാരൻ സൈനുലാബി ജഫാരി ആബിദിന്റെ പ്രസംഗത്തിൽ അന്ന് പറഞ്ഞത്, നാട് എല്ലാ കാലത്തും എല്ലാ മനുഷ്യരും ഓർമ്മിക്കും, അതിന് ഏറ്റവും വലിയ തെളിവ് കരിയാട്ട മൊയ്തു മാസ്റ്റർ. ചമ്പാട്ട് പ്രസംഗിക്കാണ് കരിയാട്ട മൊയ്തു മാസ്റ്ററെ ആ നാട് ഓർമ്മിക്കുന്നത്, നാട് സ്മാരകപ്പെടുത്തുന്നത് മൊയ്തു മാസ്റ്റർ ആ നാടിന്റെ ജീവനുള്ള നേതാവായിരുന്നു. ഞാനിത് പറയുന്നത് എല്ലായിടത്തും മൊയ്തു മാസ്റ്ററെ അങ്ങനെ ഓർമ്മിക്കാൻ മാത്രം ഈ നാടിലെ ഓരോ ചലനങ്ങളിലും അടയാളപ്പെടുത്തിയ മൊയ്തു മാസ്റ്റർ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. സൊസൈറ്റി ചെയർമാൻ NA കരീം അധ്യക്ഷത വഹിച്ചു. കോയപ്പള്ളി മുഹമ്മദ് സ്വാഗതവും ആവോളം ബഷീർ നന്ദിയും പറഞ്ഞു. സൊസൈറ്റി ഭാരവാഹികളായ പോക്കർ കക്കാട്, TK കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, T മഹ്റൂഫ്, ഹമീദ്, PK അബൂബക്കർ, മമു പാലയാട് എന്നിവർ സന്നിഹിതരായി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ.
ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വേറിട്ട മാതൃകയുമായി ചൊക്ലി VP ഓറിയന്റൽ ഹൈസ്കൂൾ. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ദുബായ് ജുമാന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടറുമായ റാഫി ഐച്ചസിന്റെ നേതൃത്വത്തിലാണ് പരിപാടിക്ക് തുടക്കമായത്. വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വേറിട്ട മാതൃകയുമായി ചൊക്ലി ഓറിയന്റൽ ഹൈസ്കൂൾ. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ദുബായ് ജുമാന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടറുമായ റാഫി ഐച്ചസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം മാഹി MLA രമേശ് പറമ്പത്ത് നിർവഹിച്ചു. പ്രതീക്ഷയോടുകൂടി സ്വപ്നങ്ങളോടുകൂടി എഴുതിയ ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എനിക്ക് വായിക്കാൻ സാധ്യമായിട്ടില്ല. എൻ്റെ കയ്യിൽ ഇപ്പോഴാണ് ഈ പുസ്തകം എത്തി നിൽക്കുന്നത്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ളൊരു സദുദ്യമം അവരെ ഏറ്റെടുക്കുകയും ഡോക്ടർ വിദേശത്തും സ്വദേശത്തും അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും വയനാട്ടിലെ കൂർഗ് പോലെയുള്ള സ്ഥലങ്ങളിൽ തൻ്റെ PG വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്വന്തം അനുഭവം ചികിത്സയിലൂടെ മനസ്സിലാക്കിയ നല്ല അനുഭവങ്ങൾ, നല്ല സന്തോഷങ്ങൾ, ദുരനുഭവങ്ങൾ, രോഗിയും രോഗിയുടെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ മാനസിക ആഘാതം, ഇതൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം തീർച്ചയായും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓറിയന്റൽ ഹൈസ്കൂളിലെ ലൈബ്രറിയിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ അത് ഏറെ ഉപകാരപ്പെടും. ഒരു സമൂഹത്തിന് അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച പ്രിയപ്പെട്ട ഡോക്ടർ ദീപ്തി PR ഞാൻ ഈ സന്ദർഭത്തിൽ അനുമോദിക്കുകയാണ്. പുതുതലമുറയിൽ വായന കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം ഇടപെടലുകൾ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ TR ദീപ്തി രചിച്ച ജീവന്റെ മണമുള്ള ജീവിതങ്ങൾ എന്ന പുസ്തകമാണ് ചടങ്ങിൽ സമ്മാനമായി നൽകിയത്. രക്ഷിതാക്കൾക്കുള്ള പുസ്തക വിതരണം റാഫി ഐച്ചസ് നിർവഹിച്ചു. പെട്ടെന്ന് ഞാനൊരു രോഗിയാണ്, എന്നോട് ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ, എൻ്റെ ജീവിതത്തിലെല്ലാം കഴിഞ്ഞു, ഞാനിനി ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു പകച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക്. പക്ഷേ രോഗത്തെ ആദ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള 100% നമ്മൾ ഓരോ അനുഭവങ്ങളും ഡോക്ടർ ദീപ്തി ഈ എഴുത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി തരുന്നുണ്ട്. ഞാൻ ഈ പുസ്തകം വായിക്കാൻ കാരണം ഡോക്ടർ ദീപ്തിയുടെ സ്റ്റാറ്റസ് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പം ചെറിയ സമയങ്ങൾ കൊണ്ട് തന്നെ 4 എഡിഷൻ കഴിഞ്ഞ് നല്ല വിജയം. കാരണം
നമുക്കറിയാം, നമുക്ക് മറ്റുള്ള പല പുസ്തകങ്ങളിൽ നിന്ന് സുലഭമായി കിട്ടുന്നുണ്ട്. പൈങ്കിളി കഥകളും നോവലുകളും സാങ്കല്പിക കഥകളും ഒക്കെ അതിൽ നിന്ന് ഒരു അനുഭവ കഥകൾ, ഡോക്ടറുടെ അരികിൽ നിന്ന് ഒരു അനുഭവ കഥ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ ജീവിതത്തിലേക്ക് വെളിച്ചപ്പായിരുന്നു. വാർഡംഗം ജിൻസി അധ്യക്ഷയായി. ചടങ്ങിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ AV യൂസഫിനെ ആദരിച്ചു. പുസ്തക രചയിതാവ് ഡോക്ടർ TR ദീപ്തി, പ്രിയങ്ക ലക്ഷ്മണൻ, ചാലക്കര പുരുഷു, P റയീസ്, K ബിജിന, PP രമേശൻ, T സാലിഹ് എന്നിവർ സംസാരിച്ചു. താൻ പഠിച്ച വിദ്യാലയത്തിലെ പുതിയ തലമുറയ്ക്കും രക്ഷിതാക്കൾക്കും അറിവിന്റെ വെളിച്ചം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് റാഫി HS ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭരണഘടനയ്ക്ക് ചിത്രാഖ്യാനം ഒരുക്കുന്നു. ജനുവരി 30-ന് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ 20ഓളം ചിത്രകാരന്മാർ പങ്കെടുക്കും. മുൻ MP PK ശ്രീമതി ടീച്ചർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ ഭരണഘടന 76 വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ അസ്തിത്വം പോലും വെല്ലുവിളിക്കപ്പെടുന്ന ഈ വർത്തമാനകാലത്ത് അതിൻ്റെ മൂല്യം ഉയർത്തിക്കാണിക്കാനും അത് സംരക്ഷിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഒരു വേറിട്ട ദൗത്യവുമായി പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണഘടന ചിത്ര സാക്ഷാത്കാരത്തിന് നേതൃത്വം നൽകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ചൊക്ലി, കതിരൂർ, മൊകേരി, പന്നിന്നൂർ എന്നീ 4 ഗ്രാമപഞ്ചായത്തുകളുടെയും സഹകരണത്തോടുകൂടി ബഹുജന പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ കേരളത്തിലെ പ്രഗത്ഭരായ 25ഓളം ചിത്രകാരന്മാർ തങ്ങളുടെ തൂലികയ്ക്ക് ഊർജം പകർന്നുകൊണ്ട് പുതുചരിത്രം കുറിക്കും. ചിത്രാഖ്യാനത്തിനാണ് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് സാക്ഷ്യം വഹിക്കുന്നത്. ഭരണഘടന വളരെ ലളിതമായി മുഴുവൻ ആളുകളെയും പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഭരണഘടനയുടെ തുടർ സാക്ഷരതാ പരിപാടിയാണ് ഈ പരിപാടിയിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. ജനുവരി 30-ന് രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെ 25 ക്യാൻവാസുകളിലൂടെ ചിത്രം രൂപപ്പെടും. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മ ഈ ചിത്രാഖ്യാനത്തിന് മാറ്റുകൂട്ടും. കേവലമായ ഒരു ക്യാമ്പ് എന്നതിനേക്കാളപ്പുറം സർഗാത്മക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഇന്ത്യൻ ഭരണഘടനയോടുള്ള ഐക്യദാർഢ്യം അടയാളപ്പെടുത്തൽ കൂടിയാണ്. മഹാത്മാഗാന്ധിജി കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമായ ജനുവരി 30-ന് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കണം എന്ന്, അതിന്റെ പ്രഥമ പരിപാടി എങ്ങനെയാകണമെന്ന് ആലോചിച്ചതിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട മതേതര കാഴ്ചപ്പാടുണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. മതേതരത്വത്തിന്റെ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിലാണ് മഹാത്മാഗാന്ധിജി വെടിയേറ്റ് ഭരിച്ചത് എന്നെല്ലാം നമുക്കറിയാം. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് അനുവദിച്ചു കൊടുക്കുന്ന മൗലികമായ അവകാശങ്ങൾ, ആ അവകാശങ്ങൾ പരിപൂർണമായും സംരക്ഷിക്കുന്നതിന് വേണ്ടി എവിടെയെങ്കിലും പോർലേൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ഇന്ത്യൻ ജനതയുടെ മഹത്തായ ആ പൈതൃകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകൾ, സ്കൂളുകൾ, ചുമട്ടുതൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവർ ചിത്രകാരന്മാർക്ക് ക്യാൻവാസുകൾ കൈമാറും. മുൻ MP PK ശ്രീമതി ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P ഹരീന്ദ്രൻ മുഖ്യാതിഥിയാകും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N പ്രസീത ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സുധീഷ്, KK രാജീവൻ, VV കരുണൻ, പൊന്നം ചന്ദ്രൻ, അനിരുദ്ധൻ എട്ടുവീട്ടിൽ, ബാബു മണപ്പാട്ടി, സന്തോഷ് മമ്മാലി, P രഞ്ജിത്ത്, KM രാജേഷ് എന്നിവർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണ സംഗമം ഹരിത പൈതൃകം തലശ്ശേരി സംഘടിപ്പിച്ചു. തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. മുൻ MLA പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഹരിത പൈതൃകം തലശ്ശേരി പരിപാടി ശ്രദ്ധേയമായി. തലശ്ശേരി നിയോജകമണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും മത്സരിച്ചവർക്കുമുള്ള സ്വീകരണമാണ് ഒരുക്കിയത്. ഹരിത പൈതൃകം തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. നേതാക്കളുടെയും പ്രവർത്തകരുടെയും പങ്കാളിത്തം കൊണ്ട് പരിപാടി ശ്രദ്ധേയമായി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി മുൻ MLA പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയമായി അവർക്ക് എവിടെയാണ് സ്വാധീനം? മതപരമായി അവർ ഉദ്ദേശിക്കുന്ന ഒരു ജനവിഭാഗം
ഒതുക്കി മാറ്റി നിർത്താം. ഇതെല്ലാ പ്രദേശങ്ങളിലും നടന്നു. എന്നിട്ടും നമ്മൾ കേരളം മുഴുക്കെ വിജയിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. നമ്മൾ അന്നെല്ലാ സ്ഥലത്തും പറഞ്ഞിട്ട് നിങ്ങള് നാടിനെ വെട്ടിമുറിച്ച് നിങ്ങളെ വിഭജിച്ച് നിങ്ങളുടെ സൗകര്യത്തിനൊക്കെ വാർഡുണ്ടാക്കാം. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയം വിഭജിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നമ്മൾ അന്നേ പ്രസംഗിച്ചെടുത്ത അത് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും പ്രാവർത്തികമായി. CPM-ന്റെ ഏറ്റവും മോശമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളും പ്രകടനങ്ങളും നമ്മൾ കണ്ടു ഈ തെരഞ്ഞെടുപ്പിൽ. മുസ്ലിം സമൂഹത്തെ വേട്ടയാടിക്കൊണ്ട് ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സമീപനം, RSS-നെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ നാട്ടിൽ നടന്നു. നമ്മളൊക്കെ ധരിച്ചത് എന്താ? UDF-ന് ക്ഷീണം ചെയ്യും എന്ന് മാത്രമല്ല BJP ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നായിരുന്നു എല്ലാവരുടെയും ധാരണ. കാരണം ആ രൂപത്തിലാണ് CPM മുസ്ലിം വിരോധം പച്ചക്ക് പറയുന്നത്. ഒരു മറയുമില്ലാതെ CPM മുസ്ലിം വിരോധം ഇളക്കി വിട്ടു. എന്നിട്ട് എന്താ ഉണ്ടായത്? 19%, 20% ഉണ്ടായിരുന്ന BJP-ക്ക് 13.5% താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം അതുമുണ്ടായി. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? കേരളം ചിന്തിക്കുന്നത് എന്താ? കേരളീയ പൊതുസമൂഹം വർഗീയതക്കെതിരാണ്. CPM-ന്റെ കരണക്കുറ്റിക്ക് നോക്കിയുള്ള അടിയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ട്. ഒരു സംശയം നിങ്ങൾക്ക് വേണം. AK ആബുട്ടി ഹാജി അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം മുഖ്യ പ്രഭാഷണം നടത്തി. നമുക്ക് ഇത്ര സ്പേസ് കിട്ടിയത് 10 നഗരസഭാ കൗൺസിലർമാരെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഈ 10 പേർക്ക് തലശ്ശേരിയിൽ നിർവഹിക്കാനുള്ള ആ നിർവഹണം വലുതാണ്. ഈ 10 പേരുടെ പെർഫോമൻസ് നമ്മുടെ പാർട്ടിക്ക് വലിയ മുതൽക്കൂട്ടാണ്. ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കരീം സാഹിബിനോട് ഞാൻ പറയുകയായിരുന്നു, സംസ്ഥാന മുസ്ലിം ലീഗ് നമുക്ക് അടുത്ത കമ്മിറ്റിയിൽ തലശ്ശേരി, കൊടുങ്ങല്ലൂർ, പൊന്നാനി ഈ 3 സ്ഥലങ്ങൾക്ക് നമുക്കൊരു പ്രത്യേക പ്രൊജക്റ്റ് തന്നെ ഉണ്ടാകും. എന്നിട്ട് നമ്മുടെ സർവ്വ ലീഡർഷിപ്പും അവിടെ ഒന്ന് കേന്ദ്രീകരിക്കണം. വീട് കയറി ഇറങ്ങണം. നമ്മുടെ സന്ദേശം കുട്ടികളെ തൊട്ട് എല്ലാവരിലേക്ക് എത്തിച്ച് ഒരു കാലഘട്ടം മുഴുവൻ ഒരു ഉത്സവം പോലെ നമ്മൾ ഈ 3 മണ്ഡലത്തിൽ ഒന്ന് കേന്ദ്രീകരിക്കണം എന്ന് പാലക്കൽ സാഹിബ് സംസാരിക്കുമ്പോൾ ഞാനും ജില്ലാ മുസ്ലിം ലീഗ് അധ്യക്ഷനും തന്നെ ഇതിനെ പങ്കെടുക്കുകയായിരുന്നു. കാരണം തലശ്ശേരി നല്ല വിഭവങ്ങളുണ്ട്. പല വിഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് തലശ്ശേരി. കാരണം ഓരോ കുടുംബത്തിൻ്റെ ഉള്ളിൽ തലമുറ പുറകോട്ട് പോയാൽ മുസ്ലിം ലീഗ് ഉറങ്ങിക്കിടക്കുന്നത്. അവർ തൊട്ട് ഉണർത്തലാണ് വേണ്ടത്. അത് ഉണർത്തണമെങ്കിൽ അതിനതിൻ്റെതായ ഒരു പ്രോജക്റ്റ് വെച്ച് ഉണർത്തിയാൽ ഐക്യത്തോടു കൂടിയുള്ള നമ്മുടെ നേതൃത്വത്തിന്റെ പ്രവർത്തനവും കൂടി ആയാൽ പുതിയ ഈ ജൽസി വിഭാഗമുണ്ട്, അവർക്കൊക്കെ ലീഗ് വലിയ ട്രെൻഡാണ്. പണ്ട് പിന്നെ ജൽസി തലമുറ ഒന്നും നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല. ഒരു ഇന്നതല്ല, ഇന്ന് നമ്മൾ അങ്ങോട്ട് വന്നിട്ട് എപ്പോഴാണ് പ്രകടനം തുടങ്ങുന്നത്, എപ്പോഴാണ് അത് ചെയ്യേണ്ടത് എന്ന് നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്ന ഇതൊരു ലഹരിയായി മാറി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ലീഗും CHO ഒക്കെ ഇപ്പോൾ വലിയൊരു വികാരം. കാരണം അവർ CHO ഇട്ട വിത്തുണ്ടല്ലോ മുളച്ചത് ഇപ്പോഴാണ് അതിന്റെ കായും ഫലമൊക്കെ വന്നത്. അവരൊക്കെ പാകിപ്പോവുകയായിരുന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾ ആദ്യം കുപ്പായിട്ടത് തലശ്ശേരി. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേരേരി ഉപഹാര സമർപ്പണം നടത്തി. ഇതിലും വലിയൊരു അവസരം വരാനില്ല. മാരിയമ്മ ഒട്ടിക്കുവാൻ വിജയഘോഷയാത്രയ്ക്ക് ഒരുക്കം കൂട്ടിയവർ അവരെയൊക്കെ പരിചയം. NP തെളിയിച്ച ശക്തമായ പോരാട്ടത്തിൽ അധേയമായ വിജയം ഷഹദിയപ്പെട്ടവെങ്കിലും മുസ്ലിം ലീഗ് അഭിപ്രായം ഗോപാലപ്പെട്ട റഷീദ് തലായി, MP മനയത്തുവയൽ, മജീദ് EA, റുമൈസ റഫീഖ്, അഡ്വക്കേറ്റ് K ലത്തീഫ്, KC അഹമ്മദ്, N മഹമ്മൂദ്, ഷാനിദ് മേക്കുന്ന്, ബഷീർ ചെറിയാണ്ടി, റഷീദ് കരിയാടൻ, N മൂസ, K ഖാലിദ്, VK ഹുസൈൻ, സുലൈമാൻ കിഴക്കയിൽ, പള്ളിക്കണ്ടി യൂസഫ് ഹാജി, പാലക്കൽ സാഹിർ, അസീസ് വടക്കുംപാട്,
CKP മമ്മു, PK യൂസഫ് മാസ്റ്റർ, CKP റയീസ്, അഡ്വക്കേറ്റ് TV മമ്മൂട്ടി, വിജയകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പന്ന്യന്നൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന PTK അനന്തൽ മെമ്മോറിയൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും യൂത്ത് ഫെസ്റ്റും സംഘടിപ്പിച്ചു. പന്ന്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഒട്ടേറെ ആളുകൾ പങ്കെടുത്തു. പന്ന്യന്നൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും യൂത്ത് ഫെസ്റ്റും CPM പാനൂർ ഏരിയ സെക്രട്ടറി K. കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. യുവത്വത്തിൻ്റെതായിട്ടുള്ള ഊർജ്ജസ്വലതയും പ്രവർത്തനവും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഇതിനെല്ലാം നയിക്കാൻ അവർക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നമുക്ക് നിർവഹിച്ചു പോകാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നല്ല ടീമാണ് ഇത്തവണ പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്ന് കാണാൻ വേണ്ടി കഴിയും. അനുഭവ സമ്പത്തുള്ളവരുണ്ട്, അതുപോലെ തന്നെ പുതിയ തലമുറയുണ്ട്. എല്ലാം ചേർന്നിട്ടുള്ള ഒന്നായിട്ടാണ് നമുക്ക് പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം കാണാൻ വേണ്ടി കഴിയും. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തും സമ്പൂർണ്ണ വിജയം കൈവരിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സമ്പൂർണ്ണ വിജയം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. അവിടെയും കഴിഞ്ഞ കാലത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2015 മുതൽ 20 വരെ പ്രവർത്തിച്ചിട്ടുള്ള KK രാജീവനാണ് ഇത്തവണ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. പ്രസന്നയും അംഗൻവാടി മേഖലയിലെ തൊഴിലാളികളെ എല്ലാം സംഘടിപ്പിച്ച് അവരുടെ എല്ലാം അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രസന്നയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായി നമ്മളിവിടുന്ന് തെരഞ്ഞെടുത്തയച്ചിട്ടുള്ളത്. PTK അനന്തൻ മെമ്മോറിയൽ ലൈബ്രറി പ്രസിഡന്റ് KM രാജൻ അധ്യക്ഷത വഹിച്ചു. നേതൃ സമിതി കൺവീനർ N. പവിത്രൻ, വായനശാല സെക്രട്ടറി രാജൻ പുതിയാടത്തിൽ, ഷഹിൽ ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളെ ഷാളണിയിച്ച് ആദരിക്കുകയും ചെയ്തു. MP രാജൻ, KP ലീഗൽ സർ, के CH ഖാദർ, K. ശശീന്ദ്രൻ, സോമനാഥൻ T, ലീന PM, TK സുജാത M, വിജിൻ B, മുസ്തഫ. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. നോയ, ജില്ലാ പഞ്ചായത്ത് അംഗം P. പ്രസന്ന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK രാജീവൻ, പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK മണിലാൽ, KP രാജൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തലശ്ശേരി MES ഭാവ റെസിഡൻഷ്യൽ സ്കൂളിന്റെ 49ാം വാർഷികാഘോഷം ഋതുമോസ് 2026 വ്യാഴാഴ്ച നടക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിളംബര ജാഥ നടത്തി. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ COT ഷബീർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിളംബര ജാഥ MES എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി KMD മുഹമ്മദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ജാതി മത ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കാനും മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാനും അറിയാനും കലകൾക്ക് സാധിക്കുമെന്നും
പഠനത്തോടൊപ്പം കലകളെ കൂട്ടിച്ചേർത്ത് നിർത്തുമ്പോഴാണ് ഒരുവൻ പൂർണ്ണനാകുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ നൂറി പി റഫീഖ അധ്യക്ഷത വഹിച്ചു. ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ നടന്ന വിളംബര ജാഥയിൽ വേഷപ്രച്ഛന്നരായ വിദ്യാർത്ഥികൾ അണിനിരുന്നത് ശ്രദ്ധേയമായി. പരിപാടിക്ക് കെ സുനിൽ, പി അൻവർ, UT സജ്ജാദ്, PC അബ്രഹാം, AG ജസീല, ലീന, എബ വിജയൻ എന്നിവർ നേതൃത്വം നൽകി. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് നടക്കുന്ന വാർഷികാഘോഷം തലശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ COT ഷബീർ ഉദ്ഘാടനം ചെയ്യും. പ്രസിദ്ധ മാന്ത്രികൻ ശ്രീജിത്ത് വിയ്യൂരിൻ്റെ മാന്ത്രിക സന്ധ്യയും കുട്ടികളുടെ കലാസന്ധ്യയും നടക്കും. തലശ്ശേരി താലൂക്ക് ആസാദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി ടൗണിൽ റിപ്പബ്ലിക് ദിന സദസ്സും അക്ഷരകരോളും സംഘടിപ്പിച്ചു. തലശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ വി സതി ഫ്ലാഗ് ഓഫ് ചെയ്തു. തലശ്ശേരി താലൂക്ക് ആസാദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി ടൗണിൽ റിപ്പബ്ലിക് ദിന സദസ്സും അക്ഷരകരോളും സംഘടിപ്പിച്ചു. ചെണ്ടമേളത്തിന്റെയും തലശ്ശേരി സ്കൂൾ വിദ്യാർത്ഥികളുടെയും അകമ്പടിയോടെയാണ് പരിപാടി നടന്നത്. ആസാദ് ലൈബ്രറി സമീപത്തു നിന്നും ആരംഭിച്ച അക്ഷരകരോൾ തലശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ വി സതി ഫ്ലാഗ് ഓഫ് ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ സുധ അഴീക്കോടൻ, താലൂക്ക് ഭാരവാഹികളായ NV രമേശൻ, U ബ്രിജേഷ്, K സുരേന്ദ്രൻ, ആസാദ് ലൈബ്രറി വികസന സമിതി അംഗം E നാരായണൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പുതുശ്ശേരി പള്ളി മഹൽ കമ്മിറ്റി ഖത്തർ ചാപ്റ്റർ കരിയാട് നൂറുൽ ഇസ്ലാം അൽബീർ പബ്ലിക് സ്കൂളിന് നിർമ്മിച്ചു നൽകിയ കിഡ്സ് പാർക്ക് സമർപ്പണം നടന്നു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. പുതുശ്ശേരി പള്ളി മഹല്ല് കമ്മിറ്റി ഖത്തർ ചാപ്റ്റർ കരിയാട് നൂറുൽ ഇസ്ലാം അൽബീർ പബ്ലിക് സ്കൂളിന് നിർമ്മിച്ചു നൽകിയ കിഡ്സ് പാർക്ക് പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. മാനസിക ഉല്ലാസത്തിന് ഇത്തരത്തിലുള്ള പാർക്ക് പോലുള്ള കാര്യങ്ങൾ അനിവാര്യമാണ്. കാരണം അത്തരത്തിലുള്ള കായിക ക്ഷമത വർദ്ധിപ്പിക്കുക എന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള പാർക്കുകൾ സജ്ജീകരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇവിടുത്തെ മഹല്ല് ഖത്തർ കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ ഖത്തർ കമ്മിറ്റിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം നാട്ടിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടാണ് ഇവിടെയുള്ള ഓരോ സംഘടനകളും ഓരോ കമ്മിറ്റികളും പ്രവർത്തിക്കുന്നത് എന്നറിയാം. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതേപോലെയുള്ള മഹത്തായ സ്ഥാപനത്തിന് എന്തൊക്കെയാണ് അനിവാര്യമായത് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ അത്തരം കമ്മിറ്റികൾ ഏർപ്പാടാക്കുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തൊക്കെയാണ് അതിന്റെ നേതൃത്വം വഹിക്കേണ്ടതെന്നൊക്കെ ചടങ്ങിൽ NA കരീം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രവേശനോദ്ഘാടനം മഹല്ല് ഖാളി ഹസീബ് ഹുദവി നിർവഹിച്ചു. അൽബീർ കിഡ്സ് ഫസ്റ്റ് 2022 വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. കൗൺസിലർമാരായ KC ഹസീന, ഷമീന ഇല്യാസ്, AK മമ്മു മാസ്റ്റർ, PK റമീസ്, നിഹാൽ വാഫി, PP ലത്തീഫ്, PK റൌഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ അക്ഷരകരോൾ സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം U ബ്രിജേഷ് ഉദ്ഘാടനം ചെയ്തു. അക്ഷരകരോൾ ലൈബ്രറി കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം U ബ്രിജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 77ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യൻ ഭരണഘടന കാത്തുസൂക്ഷിക്കുന്നതിന്റെ ആവശ്യകത വിളിച്ചോതുന്നതും അതിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം നടത്തേണ്ട ഉത്തരവാദിത്വവും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കരോളിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. വായനശാലയുടെ പ്രവർത്തന പരിധിയിലെ വീടുകളിൽ ഭരണഘടനയുടെ ആമുഖം വിതരണം ചെയ്തു. വായനശാല സെക്രട്ടറി KP അരുൺകുമാർ, പ്രസിഡന്റ് ഷാജ് മാസ്റ്റർ, K അച്യുതൻ, വായനശാല കമ്മിറ്റി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ അക്ഷര കരോളിൽ പങ്കെടുത്തു. ആ ഭരണഘടനയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അത് തുടങ്ങുന്നത് തന്നെ, അതിന്റെ ആമുഖം തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലാണ്. അതായത് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനയാണ്. പക്ഷെ നമ്മുടെ അന്യരാജ്യങ്ങളായ മറ്റ് പല രാജ്യങ്ങളും ദൈവനാമത്തിലാണ് പല രാജ്യങ്ങളുടെയും ഭരണഘടന. കീഴന്തിമുക്ക് സ്പോർട്ടിംഗ് യൂത്ത് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. 3 ദിവസങ്ങളിലായാണ് പരിപാടി നടന്നത്. സ്പോർട്ടിംഗ് യൂത്ത് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. സമാപന പരിപാടിയിൽ എഴുത്തുകാരനും അധ്യാപകനുമായ TK ഷാജ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഒരുപക്ഷെ നമുക്ക് സർഗാത്മകമായി ജീവിക്കുന്നതിൻ്റെ ഒരു അടയാള സംഗീതം കൂടിയാണ്. ഈ ഒരു നല്ലൊരു സഹായമാണ് എനിക്ക് വേണ്ടി അനുഭവിച്ചിരുന്ന സ്പോർട്ടിംഗ് യൂത്തിലെ സീതാട്ടനോടും മറ്റുള്ള ഭാരവാഹികളോടും കൂടാതെ ഈ ഇവിടെ കാണാൻ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു റിപ്പബ്ലിക് സന്ദേശം നൽകുകയാണ്. സ്പോർട്ടിംഗ് യൂത്ത് ആർട്സ് ആൻഡ് മ്യൂസിക് അസോസിയേഷൻ ശ്യാമയുടെ ദേശസ്നേഹ ഗാനസന്ധ്യയും അരങ്ങേറി. 7 ഗ്രൂപ്പുകളടക്കം ധാരാളം പേർ ഗാനസന്ധ്യയിൽ പങ്കെടുത്തു. ലൈബ്രറി സെക്രട്ടറി സീതാനാഥ് സ്വാഗതം പറഞ്ഞു.
ജയദേവ്, രശ്മി ദിനേശ്, സ്മിത, പ്രശാന്ത് സൗരാഗ്, PA ദിനേശ് കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബോസ്ക ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭം ഗോൾഡൻ ഷായ് റെസ്റ്റോറന്റ് ആൻഡ് കഫ്റ്റീരിയ UAE അജ്മാനിലെ അൽ റവദയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹസൻ ഇബ്രാഹിം അഹമ്മദ് ഹോക്കൽ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഗോൾഡൻ ഷായ് റെസ്റ്റോറന്റ് ആൻഡ് കഫ്റ്റീരിയ ഹസൻ ഇബ്രാഹിം അഹമ്മദ് ഹോക്കൽ ഉദ്ഘാടനം ചെയ്തു. അജ്മാനിലെ ഭക്ഷണപ്രേമികൾക്ക് വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗോൾഡൻ ഷായ് ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടും ആകർഷകമായ ആംബിയൻസോടും കൂടി സജ്ജീകരിച്ചിരിക്കുന്ന റെസ്റ്റോറന്റ് മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ഉറപ്പു നൽകുന്നു. ഉദ്ഘാടന ചടങ്ങിൽ മുഹമ്മദ് അഹമ്മദ് അൽ സെറൂണി, നൌഷാദ് സക്കാഫി, സമീർ ഭറോഡ്, ഫായിസ് ഖാദർ, സജ്ജാദ്, സൈഫുദ്ദീൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. TI മധുസൂദനനെ പോലുള്ള തെമ്മാടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ. TI മധുസൂദനൻ ഒരു ശവന്തീനിയാണെന്നും ഗോപാലകൃഷ്ണൻ. സംസ്ഥാന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ 70 പരാതികൾ, 20 എണ്ണം തീർപ്പാക്കി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പാനൂർ മേഖലാ സമ്മേളനം മാഹിയിൽ നടന്നു. ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13, 14 തീയതികളിൽ കൂത്തുപറമ്പിൽ നടക്കും. കൂത്തുപറമ്പിൽ വൻ നിരോധിത പ്ലാസ്റ്റിക് കവർ വേട്ട. ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന 570 കിലോഗ്രാം വ്യാജ ബയോ ക്യാരി ബാഗുകൾ പിടികൂടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.